மூணாறில் அதிகரித்து வரும் போக்குவரத்து நெரிசல் மற்றும் போக்குவரத்து விதி மீறல்களை கண்காணிக்க காவல்துறை கண்காணிப்புகளை பலப்படுத்தியுள்ளது. போதைப்பொருள் கடத்தலை குறித்தும் வரும் நாட்களில் பரிசோதனைகள் பலப்படுத்தப்படும். இதன் பாகமாக காவலர்களின் ஆலோசனைக் கூட்டம் மூணாறில் நடைபெற்றது. வரும் நாட்களில் கடுமையான பரிசோதனைகள் நடத்தப்படும் என்று டிஐஜி யதீஷ் சந்திரா தெரிவித்துள்ளார். மூணாறில் டிஒய்எஸ்பி இன்ஸ்பெக்டர்கள், எஸ்ஐக்கள் போன்றவர்களின் கூட்டத்தில் போக்குவரத்து கட்டுப்பாடு, ஆபரேஷன் தூஃபான், போதைப்பொருள் தடுப்பு நடவடிக்கைகள் போன்றவற்றை குறித்து விளக்கமாக ஆலோசனை செய்யப்பட்டது. சுற்றுலா மையமான மூணாறில் போக்குவரத்து நெரிசலும் ஆபத்தாக வாகனம் ஓட்டுவதையும் கட்டுப்படுத்த சிறப்பு உத்தரவுகள் കൊടുത്തുള്ളതാகவும் വരും നാட்களிൽ அதன் മാറ്റങ്ങൾ தெரியவரும் என்றுം டிஐஜி கூறினார். ഇന്ന് നമ്മൾ ഒരു മീറ്റിംഗ് ഇവിടുത്തെ എല്ലാ ഡിവൈഎസ്പിമാർ, ഇൻസ്പെക്ടർമാർ, എസ്ഐമാരായിട്ട് ഒരു മീറ്റിംഗ് ചേർന്നിരുന്നു. ഈ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ ഈ പ്രശ്നം ഉൾപ്പെടെ പല പ്രശ്നങ്ങൾ, ഞങ്ങൾ ഓപ്പറേഷൻ തൂഫാനിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ ഇപ്പോൾ വേറെ ട്രെയിനിങ് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെല്ലാം വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊരു ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ശരിക്കും ഗൗരവമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വരേണ്ട ദിവസങ്ങളിൽ നമ്മൾ ഇവന്മാർക്ക് ഈ അപകടപരമായിട്ട് ഓടിക്കേണ്ടത്, പിന്നെ ട്രാഫിക് ജാം, ബിക്കോസ് ഇറ്റ്സ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അത് ബന്ധപ്പെട്ട പ്രത്യേക ശ്രദ്ധ നമ്മൾ ഓൾറെഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വരേണ്ട ദിവസങ്ങളിൽ മാറ്റങ്ങളും ഉണ്ടാവും. നമ്മൾ ഈ പരിശോധന ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അന്ന ദിവസം ചെയ്തു. മൊത്തം റേഞ്ചിൽ മോർ ദാൻ 29 ആളുകൾ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ പിടികൂടി. വളരെ ഡിസ്ട്രെസ്ഫുള്ളാണ്. മീൻസ് ഇങ്ങനെ ഒരു കുട്ടികളെ കൊണ്ടുപോകേണ്ട വണ്ടികളിലുള്ള ആൾ മദ്യം സേവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമമാണ്. ഞങ്ങൾ എനിവേ അവരെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൻ്റെ ആ ഒരു ജോലിയിലേക്ക് അവർ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ നിർദ്ദേശമുണ്ട്. ഇനി വരേണ്ട ദിവസങ്ങളിൽ വേറെ പല തരത്തെ ഡ്രൈവ്സ് ഞങ്ങൾ എന്നിവ ഏറ്റെടുക്കും. ഈ ഡ്രൈവ് എപ്പോൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ട് ചെയ്യില്ല, എന്തെങ്കിലും ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ട്രാഫിക് എന്താ പറഞ്ഞാൽ പോലീസ് ഒരു അംഗം മാത്രമാണ്. ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് റോഡ്, പിന്നെ എത്ര വീതിയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ബട്ട് പോലീസ് ഫ്രണ്ട് ലൈനിൽ നിന്നിട്ട് ഈ കാര്യം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി മാക്സിമം സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നുണ്ട്. അത് ബന്ധപ്പെട്ട ചില പ്ലാൻസുകളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ SP ആയിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. വരണ ദിവസങ്ങളിൽ മാക്സിമം നമ്മൾ ഈ ഒരു ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ, കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട്. എനിവേ കുറച്ചുകൂടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വന്നാൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ തീരേണ്ട സാഹചര്യം. ஆபரேஷன் தூஃபானின் பாகமாக பள்ளிக்கூட பேருந்துகள் உட்பட பல வாகனங்களில் கண்காணிப்பு பரிசோதனைகள் தொடரும். மதுபானம் அருந்தி வாகனம் ஓட்டிய ஓட்டுநர்களுக்கு எதிராக லைசன்ஸ் ரத்து செய்வது உட்பட உள்ள கடுமையான நடவடிக்கைகள் எடுக்கப்பட்டுள்ளதாகவும் பரிசோதனைகள் முன்னதாக அறிவிக்கப் போவதில்லை என்றும் டிஐஜி தெரிவித்தார். போக்குவரத்து பிரச்சினைக்கு நீண்டகால தீர்வு அடிப்படை வளர்ச்சி என்ற போதும் தற்போதுள்ள போக்குவரத்து நெரிசலை குறைக்க காவலர்கள் அனைத்து வசதிகளும் உபயோகப்படுத்துவார்கள் என்றும் டிஐஜி யதீஷ் சந்திரா தெரிவித்தார். நியூஸ் பீரோ, மூணார்.